ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഉള്ളിയും വേണ്ട, തക്കാളി ഒന്നും ആവശ്യമില്ല. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തക്കാളി ഉള്ളിയൊക്കെ ഇടാതെ എന്ത് കറിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് നെയ്ച്ചോറോ ചപ്പാത്തിയോ പൊറോട്ടോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ള ഐറ്റമാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ കുട്ടികളൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറിയാണ് ഉണ്ടാക്കാൻ പറയാറ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് മാത്രവുമല്ല, തക്കാളി ഉള്ളിയൊന്നും വേണ്ടാത്തത് കൊണ്ട് അതൊക്കെ വഴറ്റുന്ന സമയം ലാഭിക്കാം. വളരെ പെട്ടെന്ന് ഇത് റെഡിയാവും. അപ്പം നമുക്ക് നോക്കാം ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ചെറിയ പീസാക്കി മുറിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പുറത്ത് വെക്കാം, കാരണം നല്ലോണം പിടിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളതിന് മുളക് പൊടിയോ ജിഞ്ചറോ ഗാർലിക് ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വേണ്ട ഓയിൽ ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് നല്ലവണ്ണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല ഡീപ്പ് ഫ്രൈ ആവണം, കാരണം ഇനി ഇത് നമ്മൾ വേവിക്കൂല. ഒരു 2-3 മിനിറ്റ് ആ ഗ്രേവിയിലിട്ടൊന്ന് തിളപ്പിക്കുകയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒന്ന് കുക്കാവണം. ഇതുപോലെ 2 സൈഡും നല്ലവണ്ണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് 1 കപ്പ് തൈര്, പിന്നെ 1/2 കപ്പ് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് ഫുഡ് കളർ ചേർക്കുന്നത്. നിങ്ങൾ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കളർ വേണ്ടെങ്കിൽ ആ ഫുഡ് കളർ അങ്ങ് ഒഴിവാക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം. തിളക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അതിനെ തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ബട്ടറും പച്ചമുളകും കൂടി ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർക്കാം. ആ പച്ചമുളക് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരണം, കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ് അതിന്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ ആ തൈരും കെച്ചപ്പിൻ്റെ ഒക്കെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ വരാം. താങ്ക് യു.